സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Welcome to my channel. So last class we were discussing about reactivity series and we discussed displacement reaction. Everything we have completed in the last class. So today we are going to discuss very important topic. എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നല്ലേ? അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കെമിസ്ട്രി ടെക്സ്റ്റ് എടുത്തും കണ്ട് അതിലെ പോയിന്റ്സ് മാത്രം വായിച്ചു തരാം. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എടുക്കുക, ഇന്ന പോയിന്റ്സ്. ബട്ട് ഐ തിങ്ക് നമുക്കതിൻ്റെ ഡെപ്തിൽ ബേസ് മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാലേ ഉള്ളൂ നമുക്ക് ഇത് ഒരിക്കലും നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും മാർക്കിന് വേണ്ടി ആവരുത്. നമുക്ക് നമ്മുടെ ബേസ് അല്ലെങ്കിൽ നമുക്ക് ആ കാര്യം മനസ്സിലാവണം. അപ്പം നമ്മുടെ ഒരു ലെവൽ, അതായത് ഒരു SSLC ലെവലിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അതായത് ഒരു ടൈം ലിമിറ്റിൽ പറഞ്ഞു തരാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ അതിലുണ്ടാവില്ല, ബട്ട് ആ ഒരു കണ്ടിന്യൂറ്റിയോടെ പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സെല്ലുകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ ഹെഡിങ് എന്തായിരുന്നു? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി എന്താ? ഇലക്ട്രോ കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കെമിക്കൽ എനർജി. അപ്പോൾ ഇവരെ കൺവേർട്ട് ചെയ്യാൻ കുറച്ച് ഡിവൈസസ് വേണം അല്ലേ? അങ്ങനെയുള്ള ഒരാളാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെൽ. ആ പേര് തന്നെ നല്ലോണം മനസ്സിലാവും. ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബാറ്ററി സെൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ കുറേ സെല്ലുകളുടെ റിയാക്ഷൻസും കാര്യങ്ങളും, റിയാക്ഷൻസ് പഠിച്ചിട്ടില്ലേ, എന്നാലും സെല്ലുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നതും ഡ്രോ ചെയ്യുന്നതും. അപ്പോൾ അതേപോലെ ഒരാളാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താണ്? ഇറ്റ്സ് എ ഡിവൈസ്. ഇലക്ട്രോ കെമിക്കൽ സെൽ ഇസ് എ ഡിവൈസ് വിച്ച് ക്യാൻ കൺവേർട്ട് electrical energy into chemical energy, electrical energy into chemical energy and chemical energy into electrical energy. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ഇലക്ട്രോ കെമിക്കൽ സെൽ ഇസ് എ ഡിവൈസ് വിച്ച് ക്യാൻ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയും കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയും കൺവേർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ആ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് 2 ടൈപ്സ് ഉണ്ട്. ഒന്നാണ് വോൾട്ടേക് സെൽ എന്ന് നമ്മൾ പറയും. എന്താ പറയുക? ഒന്നിനെ നമ്മൾ പറയും വോൾട്ടേക് സെൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ പറയുന്ന വേറൊരു പേരാണ് ഗാൽവാനിക് സെൽ. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഒരാളൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ഇലക്ട്രോളിറ്റിക് സെൽ. എന്താണ്? Electrolytic cell. So what is an electrochemical cell? Electrochemical cell is a device which convert electrical energy into chemical energy and chemical energy back to electrical energy. Electrochemical cell has 2 types, that is voltaic cell, അതിൻ്റെ വേറൊരു പേരാണ് galvanic cell, and next one is electrolytic cell. ഇപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെൽ 2 ടൈപ്പ് ഉണ്ട്. എന്താണ് ഈ വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ? വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവാനിക് സെൽ is a setup or is an arrangement which can convert chemical energy into electrical energy. ഇതാണ് ഇതിൽ മാറിപ്പോകാൻ പാടില്ലാത്ത പോയിന്റ് ആണ്. That is voltaic cell or galvanic cell is a device which convert chemical energy into ഇലക്ട്രിക്കൽ എനർജി. അപ്പം എന്താണ് ഗാൽവാനിക് സെൽ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ 2 കൺവേർഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ഓർ കെമിക്കൽ ടു ഇലക്ട്രിക്കൽ. വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഇസ് എ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസ് കെമിക്കൽ എനർജി, വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി യൂസിങ് കെമിക്കൽ എനർജി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഈ വോൾട്ടേജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വോൾട്ടേജ് എന്താ? ഇലക്ട്രിസിറ്റി ഉണ്ടാകുമ്പോൾ ഉള്ളൊരു വേരിയേഷൻ അല്ലേ വോൾട്ടേജ് എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വോൾട്ടേജ് സെൽ അല്ല കേട്ടോ, വോൾട്ടേജ് സെൽ എന്നല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ. വോൾട്ടേജ് എന്താ? ഇലക്ട്രിസിറ്റി. അപ്പം
ഇലക്ട്രിസിറ്റിയാണ് ഇതെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വെക്കുക. എന്താ പറയുക, ഇത് കൺഫ്യൂസ്ഡ് ആയപ്പോൾ വാട്ട് ഇസ് എൻ ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് വാട്ട് ഇസ് എൻ ഗാൽവനിക് സെൽ, അപ്പോൾ അവരുടെ ഡിഫറൻസും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഗാൽവനിക് സെല്ലിൻ്റെ വേറൊരു പേരാണ് വോൾട്ടേജ് സെൽ. വോൾട്ടേജ് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ? കെമിക്കൽ എനർജി യൂസ് ചെയ്ത്. ഇനി മറക്കൂലല്ലോ, എവിടെ ചോദിച്ചാൽ ഇതന്നെ നമുക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളോട് ടീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ വേണം ഉത്തരം പറയാൻ. A voltaic or a galvanic cell is a set of which convert chemical energy into electrical energy. So what is produced there? Electrical energy is produced. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗാൽവനിക് സെല്ലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എക്സാമിന് ഈ ഒരു ലെസണിനൊക്കെ മെജോറിറ്റി ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കും. ഡിവിഷനായിട്ട് ഒരു ഗാൽവനിക് സെല്ല് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും, ഇല്ല വരയ്ക്കാൻ പറയും, റിയാക്ടിവിറ്റി സീരീസ് തന്നിട്ട് ഒരു ഗാൽവനിക് സെല്ല് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ യു ഷുഡ് നോ ഫസ്റ്റ് എന്ത് റിയാക്ടിവിറ്റി സീരീസ് ആണ്. അപ്പോൾ അത് പഠിച്ചവർ മാത്രം ഈ പോർഷന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുന്നത്, ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗാൽവനിക് സെല്ലിന്റെ വേറെ പേരെന്താണ്? വോൾട്ടേക് സെൽ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ സെറ്റപ്പ് ഓർ അറേഞ്ച്മെന്റ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി യൂസിങ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെല്ല് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നത്. മെറ്റൽസിൻ്റെ നമുക്കറിയാം എല്ലാ മെറ്റൽസും ഒരേപോലെ റിയാക്റ്റീവ് അല്ല, പല മെറ്റൽസിന് പല റിയാക്ടിവിറ്റിയാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ദാറ്റ്സ് മെറ്റൽസ് ക്യാൻ റിയാക്ട് ഇൻ ഡിഫറെൻറ്റ് വേസ് ഓർ ദിയർ റിയാക്ടിവിറ്റി ഇസ് ഡിഫറെൻറ്റ്. ദാറ്റ് ബേസിസ്, ആ ഒരു ബേസിസ് എടുത്തിട്ടാണ് നമ്മൾ വോൾട്ടേക് സെല്ല് അല്ലെങ്കിൽ ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ അറിയോ? നിങ്ങൾ ടി വി ഒക്കെ വെക്കുമ്പോൾ റിമോട്ടല്ലേ യൂസ് ചെയ്യുന്നത്. റിമോട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു ബാറ്ററി, ഒരു ചെറിയൊരു ബാറ്ററിയിലെ അതിങ്ങനെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? നമുക്ക് അവിടെ എന്ത് കിട്ടുകയാണ്? നമുക്ക് അവിടുത്തെ റേഡിയേഷൻസ് പോയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നു, അവിടുന്ന് റേഡിയേഷൻസ് പുറത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ വർക്ക്. അപ്പോൾ അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ബാറ്ററീൻ്റെ ഉള്ളിൽ സം കെമിക്കൽ റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ആൻഡ് ദെർബൈ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് അല്ലേ. ഇനി നിങ്ങളെ ഏറ്റവും സിമ്പിളാണ് നമ്മുടെ ക്ലോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ ഇലക്ട്രിസിറ്റി, ആ ചെറിയ ബാറ്ററിയിൽ നിന്ന് ഒരു പവർ വരണം. ഈ ബാറ്ററീൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? ദർ ഒക്കേഴ്സ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നോർമൽ 1.5 വോൾട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ബാറ്ററി ഇല്ലേ, സ്റ്റാൻഡേർഡ് ബാറ്ററി, ഇറ്റ്സ് എ വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ സെറ്റപ്പാണ്. ഇനി ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഓർ സെറ്റപ്പ് എ ഗാൽവനിക് സെൽ എങ്ങനെയാണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. We are taking 2 beakers. 2 beaker എടുക്കുകയാണ്. And we are taking in 1 beaker copper sulfate solution. എന്താ എടുക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമുക്ക് കോപ്പർ സൾഫേറ്റ് അപ്പുറത്ത് എഴുതാം. എന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്ക് ആ സെറ്റപ്പ് വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. We are taking in 1 beaker we are taking copper sulfate solution. And in another beaker we are taking zinc sulfate solution. And in the zinc sulfate we are dipping a zinc rod. ഈ zinc sulfate solutionൽ നമ്മൾ ഒരു zinc rod ഡിപ്പ് ചെയ്യാണ്. ആൻഡ് കോപ്പർ സൾഫേറ്റിൽ ആരെ ഡിപ്പ് ചെയ്യുന്നത്? കോപ്പർ റോഡ് ഇസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമുക്ക് ഇവരെ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുമോ? പ്രൊഡ്യൂസ് ആയാൽ തന്നെ നമുക്കത് മനസ്സിലാവോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മൾ ഇവരൊരു വയറ് വെച്ച് കണക്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കൊരു വോൾട്ട് മീറ്റർ വെക്കുകയാണ്. വോൾട്ട് മീറ്റർ എന്തിനാ? നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് അറിയണം അല്ലേ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടാവണ്ടേ. സോ വി ആർ കൺസ്ട്രക്റ്റിംഗ് എ Daniell cell or galvanic cell by dipping zinc rod in zinc sulfate solution, copper rod in copper sulfate solution, and these 2 electrodes. ഈ 2 ആൾക്കാരെ പറയുന്ന പേരെന്താ? ഇലക്ട്രോഡ്. എന്താണ് ഇലക്ട്രോഡ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ. ഇലക്ട്രോഡ് തന്നെ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിന്, മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോഡ് എന്ന് പറയും. അപ്പോൾ these 2 electrodes are connected through a wire connected by a wire through voltmeter. വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, വോൾട്ട്മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ +1 നിങ്ങൾ ചെയ്യും കേട്ടോ. നമ്മൾ ഈ 2 റോഡും ആദ്യം പുറത്ത് വെക്കുക ചെയ്യുക. ഒക്കെ സെറ്റപ്പ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ്.
ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ റോഡും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് വയറൊക്കെ കണക്ട് ചെയ്ത് വെച്ചു നമ്മൾ റോഡ് കൈ പിടിക്കുക, എന്നിട്ട് ഇതിൽ അങ്ങ് ഡിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം വോൾട്ടേജ് ഓർ ദ വോൾട്ട് മീറ്ററിൽ ഒരു ഫ്ലക്ച്വേഷൻ എന്തുകൊണ്ടാണ്? ഇലക്ട്രിസിറ്റി ഈസ് പാസിങ്. ഇനിയാണ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാപ്പനിങ് ദിയർ? അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം എന്താണ്? അപ്പം ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞ് ദർ ഇസ് എ റിഡോക്സ് റിയാക്ഷൻ ഇസ് ക്യാരിങ് ഔട്ട് ഇൻ ദിസ് സെൽ. എന്ത് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾക്കറിയാം എന്താണ് റിഡോക്സ് റിയാക്ഷൻ? റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇവിടെ ആരോ ഒരാൾ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്, ആരോ ഒരാൾ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. someone is oxidizing and someone is reducing. അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുന്ന ആൾ, അതായത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആൾ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലായിരിക്കും. ഇനി ഈ സിങ്കും കോപ്പറിലും ആരാണ് ഏറ്റവും റിയാക്റ്റീവ്? ഇത് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒന്നും ആലോചിക്കേണ്ട ഒരാവശ്യമില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം കോപ്പറും സിൽവറും ഗോൾഡും നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാരാണ് അല്ലേ? നമുക്കറിയാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു? പോപ്പുലർ സയൻറ്റിസ്റ്റ് ക്യാൻ മേക്ക് എ സൂ ഫാസ്റ്റ്. ഓർമ്മയുണ്ടല്ലോ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ. ഫാസ്റ്റ് ഓർ ഇമ്മീഡിയറ്റ് പഠിച്ചു വെക്കുക അല്ലേ? അപ്പം എന്തായാലും നമുക്കറിയാം സിങ്ക് മുകളിലാണ് റിയാക്ടിവിറ്റി സീരീസിൽ. പിന്നെയാണ് ആര് വരുന്നത്? നമ്മുടെ കോപ്പർ വരുന്നത്. സോ വി നോ ദാറ്റ് who is more reactive than copper? Zinc is more reactive than copper. So as zinc is more reactive, zinc undergo oxidation. Zinc എന്താ ചെയ്യുക? ഓക്സിഡേഷൻ നടക്കും. zinc എന്ത് ചെയ്യും? zinc loses its 2 electron and forms Zn2 plus ion. ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. എപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സിങ്ക് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് Zn2 പ്ലസ് അയൺ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ഈ വയറിൻ്റെ ഉള്ളിലൂടെ ഇതിലേ ഇങ്ങ് പോയിട്ട് നമ്മുടെ ഈ കോപ്പറിൻ്റെ അടുത്തെത്തും, കോപ്പർ റോഡിൻ്റെ അടുത്തെത്തും. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് Cu2 പ്ലസും SO4 2- ഉള്ള 2 അയോണിക് കോമ്പൗണ്ട്സ് അല്ലേ? 2 അയോൺസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോപ്പർ സൾഫേറ്റ് അല്ലേ? കോപ്പർ സൾഫേറ്റിൽ എന്താ? Cu2 പ്ലസും SO4 2- ആയിട്ടുള്ള അയോൺ ഉണ്ടാവും. അപ്പോൾ ഈ Cu2 പ്ലസ് എന്ത് ചെയ്യും? Cu2 പ്ലസിന് എന്തുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്? എപ്പോഴും പ്ലസ് അല്ല, ഇതിന് ആരെങ്കിലും ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. സോ ദ Cu2 പ്ലസ് വിൽ അക്സെപ്റ്റ് ആ 2 ഇലക്ട്രോണിനെ Cu2 പ്ലസ് അങ്ങ് വാങ്ങിയിട്ട് അത് എന്താവും? കോപ്പർ മെറ്റലാവും. എന്താവും? കോപ്പർ മെറ്റലാവും. എന്നിട്ട് ഈ കോപ്പർ മെറ്റൽ എന്ത് ചെയ്യും? ഈ കോപ്പർ റോഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? zinc loses its 2 electron and it forms Zn2 plus ion and there is produce a 2 electron. This 2 electron has a greater tendency to move towards this as there is Cu2 plus ion. Cu2 plus ion അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ ഇലക്ട്രോണ് ഭയങ്കര ടെൻഡൻസിക്ക് അത് ഓടി ഇതിൽ കൂടെ പോയിട്ട് Cuൻ്റെ അടുത്ത് എത്തും. Cuൻ്റെ അടുത്തെത്തി എന്താ? Cu2 പ്ലസ് പറയും. ഓക്കെ, ആ കോപ്പർ സൾഫേറ്റിൽ Cu2 പ്ലസ് അതെന്ത് ചെയ്യും? ആ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പറിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിങ്ങനെ നടക്കുകയാണേ. അപ്പം ഇവിടെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഏത് അയോണാണ് ഇവിടെ കൂടിക്കൊണ്ട് നിൽക്കുന്നത്? Zn2 പ്ലസ് അയോൺ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? Zn2 പ്ലസ്. ഇവിടെയാണെങ്കിലോ SO4 2- അയോൺ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന? കാരണം ഈ SO4 2- കൂടെയുള്ള Cu അല്ലേ ഇങ്ങനെ കോപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കണത്. ഇവിടെയാണെങ്കിൽ ഈ സിങ്ക് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് Zn2 പ്ലസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ഇവരെ ആരെങ്കിലും ബാലൻസ് ചെയ്യണ്ടേ? ഇതിങ്ങനെ കുറേ നേരം ഇവിടെ ഈ Zn2 പ്ലസും കൂടി ഇവിടെ SO4 2- കൂടി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺ സിങ്കുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് പിന്നെ ഈ സെല്ല് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം വന്നു? ഇതിനെ ബാലൻസ് ചെയ്യണം. ഈ ഒരു ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനെയും ഇവിടെയുള്ള നെഗറ്റീവ് ചാർജിനെയും ബാലൻസ് ചെയ്യണം ഇങ്ങനെയുള്ളൊരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പം. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. എന്താണ് സോൾട്ട് ബ്രിഡ്ജ്? എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ? ഒരു U-ഷേപ്പ് ട്യൂബ് ഉണ്ടാവും. ഒരു U-ഷേപ്ഡ് ട്യൂബ് ഉണ്ടാവും. അതൊരു പോറസ് ടൈപ്പ് ട്യൂബാണ്, കുറച്ച് ഹോൾസ് ഒക്കെ ഉള്ളൊരു ട്യൂബാണ്. അതിൽ നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡോ
അങ്ങനെയുള്ള ഏതെങ്കിലും സൊല്യൂഷൻ. അപ്പം നിങ്ങൾ വൈ വി ആർ യൂസിങ് പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് പോലെയുള്ള സോൾവെൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ദേ ആർ ഇനേർട്ടാണ്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനേർട്ട് ഗ്യാസ് എന്ന് കേട്ടില്ല. ദേ ആർ ഇനേർട്ട് കോമ്പൗണ്ട്സാണ്. ദേ ഡോണ്ട് കമ്പൈൻ വിത്ത് കോപ്പർ സൾഫേറ്റ് ഓർ സിങ്ക് സൾഫേറ്റ്. അവരെന്ത് ചെയ്യത്തില്ല, ഈ രണ്ട് സബ്സ്റ്റൻസിലും മിക്സ് ആവില്ല, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യത്തില്ല. അങ്ങനെയുള്ള കോമ്പൗണ്ടിനെ വേണം നമ്മൾ ഈ യൂട്യൂബിൽ എടുക്കാൻ. ഈ യു ഷേപ്ഡ് ട്യൂബാണ്. അപ്പോൾ ഈ യു ഷേപ്ഡ് ട്യൂബിൽ ഞാനിപ്പോൾ ഒരു ട്യൂബിൽ കുറച്ച് വെള്ളം എടുത്താൽ എന്ത് പറ്റും, ആ ട്യൂബിലെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി പോരൂലേ, അതെങ്ങനെ എടുത്താൽ. അപ്പോൾ അത് നമ്മുടെ ഉദ്ദേശം എന്താ, ഈ ട്യൂബിൽ അതിങ്ങനെ ഫിക്സ് ആയ പോലെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് അഗർ അഗർ. ഈ അഗർ അഗറിന് നിങ്ങൾ ജെല്ലീസ് ഒക്കെ കണ്ടില്ലേ, ജെല്ലി സ്വീറ്റ്സ് ഒക്കെ, ജെല്ലി പോലത്തെ മിഠായികളൊക്കെ, അതൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു റബ്ബർ പോലെയുള്ളൊരു സാധനം. ഈ അഗർ അഗറും അതേപോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ്. ഇത് ഈ പൊട്ടാസ്യം ക്ലോറൈഡുമായിട്ട് മിക്സ് ചെയ്ത് അതൊരു ജെല്ലി ടൈപ്പ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയിട്ട് ഫോം ചെയ്യും. പൊട്ടാസ്യം ക്ലോറൈഡും ഈ അഗർ അഗറും കൂടെ മിക്സ് ചെയ്ത് ഇറ്റ് വിൽ ഫോം എ ജെല്ലി ലൈക്ക് ടെക്സ്ചർ. അപ്പോൾ എന്താവും, നമ്മൾ ഈ ജെല്ലിയൊക്കെ ഒരു ട്യൂബിലിട്ട് അതിങ്ങനെ തന്നെ നിന്നോളുമല്ലോ, അതിങ്ങനെ ഒഴുകി വീണ് പോകത്തൊന്നുമില്ലല്ലോ. ഇവരെന്ത് ചെയ്യും, ഇവർ നല്ല ഫിക്സ് ആയിട്ട് ഈ ട്യൂബിൽ ഇങ്ങനെ നിൽക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണേ. അപ്പോൾ ഈ പൊട്ടാസ്യം ക്ലോറൈഡിൽ ഏതൊക്കെ അയോൺസ് ഉണ്ട്, K+ ഉണ്ട്, Cl- ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഏത് ചാർജാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, SO4 നെഗറ്റീവ് ചാർജും ഇവിടെ പ്ലസ് ചാർജുമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം ക്ലോറൈഡിലെ K+ പതുക്കെ ഇവിടെ വന്ന് നിൽക്കും, ഈ ട്യൂബിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ട് SO4- ഒരു ബാലൻസ് കൊടുക്കും. അപ്പോൾ എന്താവും, അവിടെ നെഗറ്റീവ് ചാർജ് കൂടില്ല. ഈ പൊട്ടാസ്യം എവിടെ പോയി നിൽക്കും, ഈ Cl- ഈ എൻഡിലും പോയി നിന്നിട്ട് SO4 ഒരു ബാലൻസ് കൊടുക്കും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും അടുത്തടുത്ത് വന്ന് അവിടെ എന്താവില്ല, ചാർജും കൂടില്ല, ഇവിടെയും ചാർജ് കൂടില്ല. ദെർബൈ ദർ മെയിൻറ്റെയിൻ ആൻഡ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. എന്ത് മെയിൻറ്റെയിൻ ചെയ്യാണ്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി പറഞ്ഞാൽ ആർക്കും ഒരു ചാർജും കൂടി നിൽക്കുന്നില്ല. ഇവിടെ നെഗറ്റീവും കൂടുന്നില്ല, ഇവിടെ പോസിറ്റീവും കൂടുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒന്ന് കൂടി എന്ത് പറ്റും, ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇല്ലെങ്കിൽ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം ഒരു ഡാലിയൻ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരാളാണ് ആരാണിത്, സോൾട്ട് ബ്രിഡ്ജ്. ഈ സോൾട്ട് ബ്രിഡ്ജിനെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സോൾട്ട് ബ്രിഡ്ജ് ഇൻ ദിസ് സെൽ. Salt bridge is set up, or salt bridge is produced by using a U-shaped tube. Inside we are adding an inert substance like potassium chloride or ammonium chloride which is mixed with agar-agar solution. ഇനി അവരുടെ ഫങ്ഷൻ എന്താ, they maintain the electrical neutrality of the solution. They maintain the electrical neutrality of solution without undergoing any chemical reaction. അവർ ഒരു കെമിക്കൽ റിയാക്ഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊന്നുമില്ല, വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ റിയാക്ഷൻ. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം എന്താണ് ഡാനിയൽ സെൽ? ഡാനിയൽ സെൽ or a galvanic cell, galvanic cell is a device which convert chemical energy into electrical energy. എങ്ങനെയാണ് അവരവിടെ കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നത്? For this setup we are using, so zinc rod is dipped in zinc sulfate solution and copper rod is dipped in copper sulfate solution, and these two solutions are connected using a salt bridge. Bridge പോലെ അല്ലേ സോൾട്ട് ബ്രിഡ്ജ് തന്നെ. പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞാൽ സോൾട്ടുകളാണ് അല്ലേ. അതായത് ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഈ പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്. അപ്പോൾ അവരൊരു സോൾട്ടുകളാണ്. സോ ഇതിനെന്താ പറയുക, സോൾട്ട് ബ്രിഡ്ജ്. ദീസ് ടു സൊല്യൂഷൻസ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് എ സോൾട്ട് ബ്രിഡ്ജ്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് there? Zinc, which is more reactive than copper, undergo oxidation. ആരാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്? Zinc. And it loses 2 electron and forms Zn2+. Copper 2+ ion which is present in the copper sulfate solution accept this 2 electron and undergoes reduction to form copper. ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇലക്ട്രോൺ ട്രാവൽസ് ഫ്രം സിങ്ക് ടു കോപ്പർ. ഇലക്ട്രോൺ എവിടുന്നാണ് പോകുന്നത്? സിങ്ക് ടു കോപ്പർ ആണ്. അപ്പം ഇലക്ട്രോൺ ട്രാവൽസ് ഫ്രം സിങ്ക് ടു കോപ്പർ ആണ്. അങ്ങനെ സിങ്കിന്, ഈ സിങ്ക് റോഡ് ഇറ്റ് അറ്റെയിൻസ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് ദ കോപ്പർ റോഡ് വിച്ച് അറ്റെയിൻസ് എ പോസിറ്റീവ് ചാർജ്. അതായത് ഓക്സിഡേഷൻ നടക്കുന്ന സിങ്ക് റോഡിന് ഒരു നെഗറ്റീവ് ചാർജും റിഡക്ഷൻ നടക്കുന്ന കോപ്പർ റോഡിന് പോസിറ്റീവ് ചാർജും ഗെയിൻ ചെയ്യുകയാണ്.
ഇനി നമുക്കിതിൽ പറയാം. അപ്പം അതെന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത്ര ഡെപ്തിലൊന്നും നമുക്ക് പോകണ്ട. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞാൽ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അതായത് ഇലക്ട്രോൺസ് നമുക്കറിയാം, സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ ലൂസ് ചെയ്തു, ഇലക്ട്രോൺസ് എവിടെ എത്തി, കോപ്പറിലെത്തി. സോ electrons move from zinc to copper, then electricity passes from just opposite copper to zinc. അപ്പോൾ ഇലക്ട്രിസിറ്റി എവിടുന്ന പാസ് ചെയ്യുക, കോപ്പറിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എവിടേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. സോ ഇലക്ട്രിസിറ്റി പാസ് ഫ്രം കോപ്പർ ടു സിങ്ക്. ഇനി നിങ്ങളോട് ഈ ഒരു റിയാക്ഷൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറയും. ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതുക, ഒന്നുമില്ല, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. സിങ്ക് ഗിവ്സ് 2 electron plus Zn2 plus and Cu2 plus 2 electron gives Cu. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മളങ്ങ് ആഡ് ചെയ്യും. ഈ രണ്ട് ഇക്വേഷനും നമ്മളങ്ങ് ആഡ് ചെയ്യും. നിങ്ങൾക്കറിയാലോ മാത്സിൽ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തും ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തുമുള്ള രണ്ടാൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പം സിങ്ക് പ്ലസ് Zu2 പ്ലസ് ഗിവ്സ് Cu plus Zn2 plus. ഇതെന്താണ്, ദിസ് ഇസ് ദി ഓവറോൾ റിയാക്ഷൻ. ദിസ് ഇസ് ദി ഓവറോൾ റിയാക്ഷൻ ഓഫ് ദിസ് ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. ഓക്സിഡേഷൻ ഇസ് ദ പ്ലേസ് വേർ ആനോഡ് ഇസ് ദ പ്ലേസ് വേർ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്, റിഡക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ കാത്തോഡ്. Zinc is the anode and copper is the cathode. Zinc is having a negative charge and copper is having a positive charge. Electron travels from zinc to copper, so electricity passes from copper to zinc. The reaction, overall reaction, function of salt bridge. ഇത്രയും കാര്യം മനസ്സിലായോ നന്നായിട്ട്? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ 1-2 ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണ്. നിങ്ങളോട് ചിലപ്പം 2-3 എലിമെൻറ്റ്സ് തരുന്നിട്ട് പറയും കൺസ്ട്രക്ട് എ ഗാൽവനിക് സെൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയണം, എന്തറിയണം, റിയാക്ടിവിറ്റി സീരീസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ 2 എലിമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരിക, യു ആർ പ്രൊവൈഡഡ് വിത്ത് കോപ്പർ ആൻഡ് സിൽവർ. Ag എന്ന് പറഞ്ഞാൽ സിൽവർ ആണ് കേട്ടോ. കോപ്പർ ആൻഡ് സിൽവർ, യു ഹാവ് ടു കൺസ്ട്രക്ട് എ ഡാനിയൽ സെൽ. നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയാണ് ഒരു ഡാനിയൽ സെൽ ആൻഡ് ഗാൽവനിക് സെൽ. എങ്ങനെ, ഇപ്പം നമ്മളോട് പറഞ്ഞത് ഒരു കോപ്പറും സിൽവറും നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. യു ഹാവ് ടു സെറ്റപ്പ് എ ഡാനിയൽ സെൽ എന്നുള്ളൊരു ഗാൽവനിക് സെൽ. സിമ്പിളാണ്. എന്തൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം, നമുക്ക് വി നീഡ് എ കോപ്പർ റോഡ് അല്ലേ. കോപ്പർ റോഡ് വേണം, അത് ഡിപ്പ് ചെയ്യാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വേണം. സിൽവർ വയർ തന്നിട്ടുണ്ട്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ വേണ്ടേ, പിന്നെ നമുക്ക് വയറുകൾ വേണം, വോൾട്ട് മീറ്റർ വേണം, പിന്നെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, സോൾട്ട് ബ്രിഡ്ജ് വേണം അല്ലേ, വെരി ഇമ്പോർട്ടൻ്റ്. അതില്ലെങ്കിൽ ഈ കണക്ഷൻ വർക്ക്ഔട്ട് ആവില്ല, സോൾട്ട് ബ്രിഡ്ജ്. ഇനി എന്താ നമ്മൾ ചെയ്യുക, വി ആർ ടേക്കിംഗ് എ ബേക്കർ വിത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതിൽ നമ്മൾ എന്ത് ഡിപ്പ് ചെയ്യും, കോപ്പർ റോഡാണ് ഡിപ്പ് ചെയ്യുന്നത്. ഇനി വേറൊരു ബീക്കറിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിലെന്ത് ഡിപ്പ് ചെയ്യും, സിൽവർ വയർ ഡിപ്പ് ചെയ്തു. ഇവരെ 2 പേരെയും വോൾട്ട് മീറ്റർ വെച്ചു കണക്ട് ചെയ്തു. ഇനി എന്ത് വേണം, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൾട്ട് ബ്രിഡ്ജ് വി ആർ കണക്റ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറന്നാൽ മാർക്ക് പോയി. Inside which we are taking potassium chloride mixed with agar solution. കണക്ഷൻ റെഡി ആയല്ലോ, വോൾട്ട്മീറ്റർ. ഇനി ഇത്രയും കണക്ട് ചെയ്യാൻ നമുക്കൊക്കെ പറ്റും. ഇനി എവിടെയാണ് ഓക്സിഡേഷൻ, എവിടെയാണ് റിഡക്ഷൻ, അതും ഈ 2 കേസ് ആയതുകൊണ്ട് വളരെ സിമ്പിളാണ്. കോപ്പറും സിൽവറും നമുക്കറിയാം, കോപ്പറാണ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് സിൽവർ അല്ലേ. സിൽവറും ഗോൾഡും താഴെയാണ്, കോപ്പർ ഇസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ മോർ റിയാക്റ്റീവായ ആൾക്കാർ എന്തിനു പോകും, ഓക്സിഡേഷൻ. അപ്പം നമ്മൾ ഇവിടെ എന്തെഴുതും, നമ്മൾ ആദ്യം ഇവിടെ ആനോഡ് എന്നും എഴുതും, ഇവിടെ കാത്തോഡും എന്നും എഴുതും അല്ലേ. ആനോഡിൽ എന്താ നടക്കുക, എയും ഓയും ഒരുപോലെയാണ് അല്ലേ, എയും ഓയും. അപ്പം ആനോഡിൽ ഓക്സിഡേഷൻ, ആരാണ് ഓക്സിഡൈസ് ചെയ്യുക, ദ മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ദാറ്റ് ഇസ് കോപ്പർ. Copper loses its 2 electron to form Cu2 plus. കോപ്പറിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ കോപ്പർ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ലൂസ് ഇറ്റ്സ് 2 electron. സിൽവർ പക്ഷെ എന്താണ്,
AgNO3 ആണ്. NO3 എന്ന് പറഞ്ഞ ഫ്രീ റാഡിക്കലിന് മൈനസ് ചാർജും Ag പ്ലസ് ചാർജുമാണ്, +1 ആണ്. അപ്പോൾ Ag എന്താ ചെയ്യുക? Ag will accept 1 electron to form Ag പ്ലസ് പ്ലസ്. ഈ ഏത് Ag പ്ലസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക? AgNO3 ആ സൊല്യൂഷനിലെ Ag പ്ലസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോൺ, ആൻഡ് ഇറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു Ag. അപ്പോൾ ഇത് ഒറ്റ ഇലക്ട്രോണിനെ മാത്രം വാങ്ങൂല, ബിക്കോസ് 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? 2 Ag 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് 2 Ag ആവുക, 2 Ag പ്ലസ് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് 2 Ag ആവുകയാണ്, 2 Ag ആയി. ഇനി എന്താ? ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതണം. എന്തെഴുതണം? ഓവറോൾ റിയാക്ഷൻ എന്താ? 2 പേരെയും കൂടെ അങ്ങ് ആഡ് ചെയ്യണം. Cu gives 2 plus plus Cu2 plus and Ag 2 Ag plus 2 electron gives 2 Ag. ഈക്വൽ ടുവിന് ശേഷമുള്ളതും ഈക്വൽ ടുവിന് ബിഫോർ ഉള്ള 2 ഇലക്ട്രോണിയും ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? Cu plus 2 Ag plus gives Cu2 plus 2 Ag. ഇതാണ് ഓവറോൾ റിയാക്ഷൻ ഓഫ് ദിസ് സെറ്റപ്പ്. ഈ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ ഇതാണ്. ഇനി ഇവിടുന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഹു ഇസ് ആക്ടിങ് ആസ് ദി ആനോഡ്? Copper is acting as the anode. Why copper is acting as the anode? Copper is more reactive than that of silver. Who is acting as the cathode? Silver is acting as the cathode. What is the reaction taking place? Namakkariyam. Write the overall reaction. Adum namakkariyam. Who is having the positive charge here? Ag is having the positive charge and copper is having the negative charge. ഇനി ഇവിടെ എന്താ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് KCl, salt bridge? Salt bridge is used to maintain the electrical neutrality of these two connections or these solutions. What is taken inside this potassium chloride mixed with agar is taken inside this salt bridge. ഇത്രയും കാര്യങ്ങളെ നമുക്കുള്ളൂ. കണ്ടോ? അപ്പോഴും നമുക്ക് എന്തറിയണം? റിയാക്ടിവിറ്റി സീരീസ് അറിയണം. ഇതൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്ന ഒരു പ്രോബ്ലം കൂടെ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് 3 മെറ്റൽസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു കൺസ്ട്രക്ട് ആൻഡ് ഡാനിയൽ സെൽ. ഇതിലാരാണ് ആനോഡ്, ഇതിലാരാണ് കാത്തോഡ്? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ സെല്ല് ആദ്യം എഴുതും. ആദ്യം നമ്മൾ എന്താ എഴുതുന്നത്? ഏതാണ് സെല്ല്, അതിലെ ആനോഡ് ആര്, കാത്തോഡ് ആര്, അല്ലേ? അപ്പം നമുക്ക് ഓരോ റിയാക്ടിവിറ്റി, ഈ 3 ആൾക്കാരെ റിയാക്ടിവിറ്റി അറിയണം. നമുക്കറിയാം സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ്, അല്ലേ? സിൽവർ ഏറ്റവും റിയാക്റ്റീവ് കുറവാണ്, പിന്നെ കോപ്പറാണ്. അപ്പം നമുക്ക് ഏതൊക്കെ സെല്ലുകൾ കൺസ്ട്രക്ട് ചെയ്യാം? സിങ്കും കോപ്പറും വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാമല്ലോ, സിങ്ക് കോപ്പർ, അല്ലേ? സിങ്കും കോപ്പറും വെച്ചിട്ട് എനിക്ക് ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാം. അതിൽ ആനോഡ് ആരായിരിക്കും? ഏറ്റവും റിയാക്റ്റീവായ ആൾക്കാരാണ് ഓക്സിഡേഷൻ നടക്കുക. സോ സിങ്ക് ഇസ് ദി ആനോഡ്, കോപ്പർ ഇസ് ദി കാത്തോഡ്. ഇനി എനിക്ക് സിങ്കും സിൽവറും വെച്ചിട്ട് എനിക്ക് ചെയ്യാലോ. സിങ്കും സിൽവറും വെച്ചിട്ട് ചെയ്യാം. സിങ്കും സിൽവറിലും ആരായിരിക്കും ആനോഡ്? മോർ റിയാക്റ്റീവായിട്ടുള്ള സിങ്കും സിൽവറാണ് കാത്തോഡ്. ഇനി എനിക്ക് കോപ്പറും സിൽവറും വെച്ചിട്ട് ചെയ്യാലോ. കോപ്പറും സിൽവറും വെച്ചിട്ട് എനിക്ക് ചെയ്യാം. ഹൂ വിൽ ബി ദ ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള കോപ്പറാണ് ആനോഡ്, സിൽവറാണ് കാത്തോഡ്. ഇനി എനിക്കിതിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഇത്രയും 3 സെല്ലുകളാണ് ഉണ്ടാക്കാൻ പറ്റുക. അതിൽ സിങ്ക്, 2 സിങ്കാണ് നമ്മുടെ ആനോഡായിട്ട്. ഇനി ഏജിയും കോപ്പറും, അതിപ്പോൾ നമ്മൾ ചെയ്തു, സിങ്കും ഏജ്. അപ്പോൾ ഇത്രയും സെൽസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ നല്ലോണം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കും. അപ്പം നല്ലോണം തറോ ആക്കി വെക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് അയോൺസിൻ്റെയും കുറച്ച് എലിമെൻസിൻ്റെയും ഓക്സിഡേഷൻ, അതായത് Cu2+ ആണ്, Ag+ ആണ്, NO3- ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രം ഞാൻ കുറേ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. സിമ്പിളാണ്, കാര്യം മനസ്സിലാക്കിയാൽ. ഡൗട്ടുള്ള കാര്യം നിങ്ങൾ കമൻസിലിടും. നിങ്ങൾ കമൻസിലിട്ടാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മളൊരു എക്സാമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ് മുതൽ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എക്സാം നടത്താത്ത വെച്ചാൽ എനിക്ക്
വീഡിയോസ് കണ്ടാൽ അറിയാം എത്ര പേര് വ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യൂ ഫസ്റ്റ് പകുതി ആൾക്കാർക്ക് തേർഡും ഫോർത്ത് പാർട്ടിലൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സാം അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസിൻ്റെയും എക്സാം നടത്തും, എന്നാലേ ഉള്ളൂ നമ്മൾ പഠിച്ചതിന് കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം കുറേ പേര് കാണുന്നുണ്ട്, ബട്ട് മെജോറിറ്റി ആർ നോട്ട് സബ്സ്ക്രൈബ്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട്, അല്ലെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ വ്യൂ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കതൊരു ഹാപ്പിയാണ്. നിങ്ങളുടെ കമൻസ് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പോഴാണ് നമുക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് തന്നെ തോന്നുക. അപ്പം നിങ്ങൾ കമൻസ് ചെയ്യാറ്, മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്നുള്ള കമൻസ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.